ഡ്രോൺ വാർഫെയർ. ഈ റഷ്യ ഉക്രൈൻ യുദ്ധം ആരംഭിക്കുന്നതിന് മുൻപ് ഈ ഡ്രോണുകളെ കുറിച്ച് കൂടുതൽ സംസാരിക്കണം. അല്ലെങ്കിൽ ഈ ഡ്രോണുകളെ കുറിച്ച് എന്തെങ്കിലുമൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ ആർക്കും യാതൊരു ധാരണയും ഉണ്ടായിരുന്നില്ല. എന്നാണോ റഷ്യ ഈ ഒരു സ്പെഷ്യൽ മിലിറ്ററി ഓപ്പറേഷൻ ഉക്രൈനുള്ളിൽ ആരംഭിച്ചത്, അന്നു മുതൽ അർമേനിയ അസർബൈജാനിൽ സംഭവിച്ചതിനേക്കാൾ ഡ്രോൺ യുദ്ധം ഒരു ഹൈബ്രിഡ് മോഡിലേക്ക് പോകാൻ തുടങ്ങി. ഇങ്ങനെയൊക്കെ ഡ്രോൺ ഉപയോഗിക്കാൻ സാധിക്കുമോ? ഇത് സത്യത്തിൽ ഡ്രോൺ തന്നെയാണോ? അത് ഡ്രോൺ ആണോ? ഇങ്ങനെ നിരവധി ചോദ്യങ്ങൾ ചോദിക്കേണ്ട ഒരവസ്ഥയിലേക്കാണ് ഡ്രോൺ വാർഫെയർ ലോകത്തെ അടുത്ത ഘട്ടത്തിലേക്ക് കൊണ്ടുപോയത്. ഇപ്പോൾ രണ്ട് പ്രധാനപ്പെട്ട അറിയിപ്പ് രണ്ട് ഭാഗത്തു നിന്നും ഉണ്ടായി. ഉക്രൈൻ വശത്തു നിന്നും റഷ്യയുടെ വശത്തു നിന്നും രണ്ട് പ്രധാനപ്പെട്ട അറിയിപ്പുകൾ പുറത്തു വന്നു. ഉക്രൈൻ പറയുന്നത്, ഞങ്ങൾ ഒരു ഡ്രോൺ മിസൈൽ തയ്യാറാക്കി. റഷ്യ പറഞ്ഞത്, ഞങ്ങൾ ഡ്രോൺ ഇന്റർസെപ്റ്റർ തയ്യാറാക്കി എന്ന്. സത്യത്തിൽ ഇവർ എന്താണ് ചെയ്യുന്നത്? കേൾക്കാൻ തന്നെ വളരെ വ്യത്യസ്തമായി തോന്നുന്നു അല്ലേ? രണ്ട് വിഭാഗവും ഒന്നിനൊന്ന് മെച്ചമെന്ന രീതിയിലാണ് അവരുടെ സാങ്കേതിക വിദ്യയെ പുറം ലോകത്ത് കാണിക്കുന്നത്. ഇവയെക്കുറിച്ചെല്ലാം ഈ വീഡിയോയിലൂടെ വിശദമായി അറിയാം. ഉക്രൈൻ ഡിഫൻസ് മിനിസ്ട്രി അടുത്തിടെ ഒരു പ്രഖ്യാപനം നടത്തി. ഉക്രൈന്റെ പക്കൽ ഇതിനകം ഹെർമിസ് എന്ന അവരുടെ ആഭ്യന്തരമായി നിർമ്മിച്ച ഒരു ഡ്രോൺ സിസ്റ്റം ഉണ്ട്. ഇതും ഒരു ഹൈബ്രിഡ് ഡ്രോൺ പോലെയാണ്. ഇവർ ഇതിനകം ഒരു മിസൈൽ പോലെ ഉപയോഗിച്ച് പല സ്ഥലങ്ങളിൽ അതിന്റെ ഔട്ട്പുട്ടും കാണിച്ചിട്ടുണ്ട്. പക്ഷെ ഇതിന്റെ കാര്യക്ഷമത അല്ലെങ്കിൽ അതിന്റെ ടാർഗറ്റ് സ്ട്രൈക്ക് കപ്പാസിറ്റി ഇതുവരെയും വലിയ രീതിയിൽ സംസാരിക്കേണ്ട അളവിന് ഒന്നും തന്നെ അത് ചെയ്തിട്ടില്ല. ഈ സാഹചര്യത്തിലാണ് ഉക്രൈൻ ഒരു പുതിയ തീരുമാനം എടുത്തു. ഈ പാശ്ചാത്യ നിർമ്മിത ആയുധങ്ങളെ സംബന്ധിച്ച് ധാരാളം പരിമിതികൾ അവർക്കുണ്ട്. ഇപ്പോ ഒരു വെസ്റ്റേൺ മെയ്ഡ് എക്യുപ്മെന്റ് റഷ്യക്കെതിരെ അവർക്ക് ഉപയോഗിക്കണം എന്നുണ്ടെങ്കിൽ അത് സംബന്ധിക്കുന്ന രാജ്യത്തിൽ നിന്നും ഒരു അനുമതി ലഭിക്കേണ്ടതുണ്ട്. അതിനാവശ്യമായ ISR ദൗത്യം പൂർത്തിയാക്കി അതിന്റെ ഡാറ്റ നൽകണം. അവരുടെ പക്കൽ തങ്ങളുടെ പൂർണ്ണ പദ്ധതി പറയണം. അതിൽ എന്തൊക്കെ പ്രശ്നം ഉണ്ട്, എന്തൊക്കെ പരിഷ്കാരം അതിൽ ചെയ്യണം. ഇങ്ങനെ അവരുടെ പൂർണ്ണമായ ഒരു അംഗീകാരം ലഭിച്ചതിനു ശേഷം മാത്രമേ ഉക്രൈനെ കൊണ്ട് റഷ്യയ്ക്കുള്ളിൽ ആ ആയുധം ഉപയോഗിച്ച് സ്ട്രൈക്ക് നടത്താൻ സാധിക്കൂ. അപ്പോ ഉക്രൈനെ സംബന്ധിച്ച് അവരുടെ പക്കലുള്ള വ്യക്തിഗത ആയുധങ്ങൾ ഉപയോഗിക്കുക മാത്രമായിരുന്നു ഈ പ്രശ്നങ്ങളിൽ നിന്നും രക്ഷപ്പെടാനുള്ള ഏക വഴി. അങ്ങനെയാണെങ്കിൽ ഉക്രൈന്റെ പക്കൽ ഇതിനുള്ള വെപ്പൺ സിസ്റ്റം ഉണ്ടോ എന്നുള്ളതാണ് അടുത്ത ചോദ്യം. ഏതൊക്കെ ആയുധങ്ങളാണ് അവരുടെ പക്കൽ ആയുധമായി നിർമ്മിച്ചത് എന്ന് നോക്കിയാൽ ഒന്നും തന്നെ ഇല്ല. നെപ്റ്റ്യൂൺ എന്ന ഒരു മിസൈൽ മാത്രം. ഇതാണ് ഉക്രൈൻ അവരുടെ രാജ്യത്തിൽ നിർമ്മിച്ച മിസൈൽ. ഇതൊഴികെ ഞങ്ങളെ കൊണ്ട് ഇത് പൂർണ്ണമായും ഞങ്ങളുടെ രാജ്യത്ത് നിർമ്മിക്കാൻ കഴിയും എന്ന് പറയത്തക്ക ഒരു ആയുധം ഇല്ല. ഈ സാഹചര്യത്തിൽ യുദ്ധം വളരെ തീവ്രമായി നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഉക്രൈൻ ഒരു കാര്യം വ്യക്തമായി പഠിച്ചു. ഈ ഡ്രോൺ വാർഫെയർ എന്നത് ഭാവിയിൽ സംഭവിക്കുന്ന യുദ്ധത്തെ തന്നെ പൂർണ്ണമായും മാറ്റാൻ പോവുകയാണ്. എന്തുകൊണ്ട് നമ്മൾ മിസൈലിന് പുറകെ ഓടണം? സാധാരണ ഒരു 10 കിലോ എക്സ്പ്ലോസീവ് എടുത്തുകൊണ്ടുപോകുന്ന ഡ്രോണിനെ കൊണ്ട് പല $1 മില്യൺ മതിപ്പുള്ള ഒരു ടാങ്കിനെ നശിപ്പിക്കാൻ കഴിയുമ്പോൾ പിന്നെ എന്തിന് നമ്മൾ മിസൈൽസിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യണം? എന്തിന് നമ്മൾ മിസൈൽസിൽ മാത്രം ഇൻവെസ്റ്റ് ചെയ്യണം? അങ്ങനെയാണ് അവർ DYA ഡ്രോൺസ് കൂടുതലായും ആഭ്യന്തരമായി നിർമ്മിക്കാൻ തുടങ്ങി. അതിനുള്ള ശ്രമങ്ങൾ എടുക്കാനും തുടങ്ങി. ഇങ്ങനെ അടുത്ത ഘട്ടത്തെ നോക്കി അവർ പോയി. ഇതിന്റെ ഫലം ഇപ്പോ എന്താണെന്ന് അറിയണ്ടേ? പുതിയ ഇന്നോവേഷൻസ് ഉക്രൈൻ ഈ ഒരു ഡ്രോൺ വാർഫെയറിൽ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. സാധാരണ എയർബസ്റ്റ് വെപ്പൺസ് തയ്യാറാക്കുന്നത് മുതൽ, അതായത് ഡ്രോണിൽ നിന്നും ഒരു ബോംബിനെ ഡ്രോപ്പ് ചെയ്ത് പ്രത്യേക ഉയരത്തിന് മുകളിൽ വെച്ച് പൊട്ടിത്തെറിപ്പിക്കുകയും അതിൽ നിന്നും പുറത്തുവരുന്ന ഷോക്ക് വേവ്സ് വഴി അവിടെയുള്ള ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾസിനെ ഡൗൺ ചെയ്യുക, ആ ഒരു ടെക്നോളജിയിൽ നിന്നും ഒരു ഡബിൾ ബാരൽ ഷോട്ട് ഗണ്ണിനെ ഡ്രോണിൽ ഫിക്സ് ചെയ്ത് റഷ്യൻ ഡ്രോൺസിന് എതിരെ ഒരു കൗണ്ടർ ഡ്രോൺ ഓപ്പറേഷനിലേക്ക് ഇറക്കുക. ആ ഷോട്ട് ഗൺ ഉപയോഗിച്ച് വെടിവെച്ച് വീഴ്ത്തിയിട്ടുമുണ്ട്. ഇങ്ങനെ പുതിയ ഇന്നോവേഷൻസ് ആണ് ഉക്രൈനിൽ സംഭവിക്കുന്നത്. ഇത് ഏരിയൽ ബാറ്റിൽ മാത്രമാണ്. ഇനി മറുവശത്ത് ഉക്രൈന്റെ കപ്പൽ സേനയിലുള്ള മഗുറ തരം ഡ്രോൺസ് ഇത് അടുത്ത ഘട്ടത്തിലേക്ക് പോകാൻ തുടങ്ങിയിട്ടുണ്ട്. അതിൽ R-73 എന്ന സോവിയറ്റ് മെയ്ഡ് എയർ ടു എയർ മിസൈൽസ് ഉപയോഗിച്ച് റഷ്യയുടെ ഹെലികോപ്റ്റേഴ്സിനെ ഡൗൺ ചെയ്ത് കാണിച്ചിട്ടുണ്ട്. അപ്പോ ഇവിടെ ഈ നവീകരണം എന്നത് റഷ്യയെക്കാളും ഒരു പടി മുകളിലേക്ക് ചെന്ന് ഉക്രൈൻ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. ഇത് റഷ്യയ്ക്കും ഒരു വലിയ പ്രശ്നമായി മാറി. ഇങ്ങനെ ഏരിയൽ ബാറ്റിലും കപ്പൽ സേനയിൽ നടക്കുന്ന കടൽ യുദ്ധത്തിലായാലും ഉക്രൈൻ ഡ്രോണുകളെ ന്യൂട്രലൈസ് ചെയ്യാൻ
റഷ്യയ്ക്ക് അനുയോജ്യമായ ഒരു സാങ്കേതിക വിദ്യ ആവശ്യമാണ്. ഇങ്ങനെയെല്ലാം ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഉക്രൈന്റെ ഡ്രോൺസിനെ ഇന്റർസെപ്റ്റ് ചെയ്യാൻ സാധിക്കും, അതിനെ ന്യൂട്രലൈസ് ചെയ്യാൻ സാധിക്കും. ഇങ്ങനെ പറയത്തക്ക യാതൊരു സാങ്കേതിക വിദ്യയും റഷ്യയുടെ പക്കൽ ഇല്ല. കാരണം 100% എഫിഷ്യൻസി നൽകുന്ന ഒരു ടെക്നോളജി ഇന്നത്തെ കാലത്ത് ആരുടെ പക്കലും ഇല്ല. റഷ്യയുടെ പക്കൽ ഉള്ളത് ഇലക്ട്രോണിക് ജാമിംഗ് ഉപയോഗിച്ച് ന്യൂട്രലൈസ് ചെയ്യാം, അതല്ലെങ്കിൽ പോയിന്റ് ഓർ ഏരിയൽ ഡിഫൻസ് സിസ്റ്റം, അതായത് ബക്ക് പൺഷീൽ. ഇവ രണ്ടും ഉപയോഗിച്ച് ഇത് ജാം ചെയ്യാൻ സാധിക്കും. പക്ഷേ ഇലക്ട്രോണിക് ജാമിംഗ് അല്ലെങ്കിൽ ഇലക്ട്രോണിക് വാർഫെയർ സ്യൂട്ട് എന്നത് ഒരു ജാക്ക്പോട്ട് പോലെയാണ്. അത് എപ്പോഴാണ് അതിന്റെ കാര്യക്ഷമത നൽകുക, എപ്പോൾ അത് പരാജയപ്പെടും ഒന്നും പറയാൻ സാധിക്കില്ല. പക്ഷെ ഡ്രോൺസിനെ കൂടുതലായി അകത്തേക്ക് അയക്കുമ്പോൾ എന്നെ കൊണ്ട് ഇത്രയേറെ നാശമുണ്ടാക്കാൻ കഴിയുമെന്ന് 100% പറയാൻ സാധിക്കും. പക്ഷേ ജാമിംഗ് യൂണിറ്റ്സിൽ നമുക്ക് അങ്ങനെ ഒരു ഉറപ്പ് നൽകാൻ കഴിയില്ല. ഈ സാഹചര്യത്തിൽ റഷ്യയ്ക്കുള്ള ഒരേയൊരു വഴി എന്തുകൊണ്ട് ഡ്രോൺസ് വെച്ചുകൊണ്ട് തന്നെ ഇന്റർസെപ്റ്റ് ചെയ്യാൻ പാടില്ല, അതായത് മുള്ളിനെ മുള്ളുകൊണ്ട് മാത്രം എടുക്കുക. അതേ കോൺസെപ്റ്റ് ആണ്. ഇപ്പൊ ഉക്രൈന്റെ പുതിയ അറിയിപ്പ് മിസൈൽ ഡ്രോൺ എന്ന പേരിൽ ബാർസ് മിസൈൽ അവർ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അതിന് ഓപ്പോസിറ്റ് റഷ്യ 2 പുതിയ അറിയിപ്പുകൾ പുറത്തുവിട്ടു. ഒന്നാമത്തേത് Z-55 എന്ന കോഡ് നെയിമോട് കൂടിയ ഡ്രോൺ ഇന്റർസെപ്റ്റർ, മറ്റൊന്ന് മാർലി എന്ന് പറയപ്പെടുന്ന USV ഇന്റർസെപ്റ്റർ. ഇത് ഒരു ചെയിൻ നെറ്റ്വർക്കിലൂടെ ഉക്രൈൻ ഡ്രോൺസിനെ വേട്ടയാടാൻ ഉപയോഗിക്കും എന്നുള്ള ഒരു അറിയിപ്പും കൊടുത്തിട്ടുണ്ട്. ഇനി ആദ്യം ഉക്രൈന്റെ ഈ മിസൈൽ ഡ്രോണിനെ കുറിച്ച് അറിയാം. ഇത് മറ്റൊന്നുമല്ല, സാധാരണ ഒരു ഹൈബ്രിഡ് ഡ്രോൺ പോലെ തന്നെയാണ്. ഒരു മിസൈലിനെ ഡ്രോണാക്കി മാറ്റി ഉപയോഗിക്കണം, അല്ലെങ്കിൽ ഡ്രോണിൽ തന്നെ കൂടുതൽ വാർഹെഡ് ഉപയോഗിച്ച് മിസൈല് പോലെ അതിനെ മൂവ്മെന്റ് നൽകണം. അതിനുവേണ്ടി നിർമ്മിച്ചതാണ് ഈ ബാർസ് എന്ന് പറയപ്പെടുന്ന ഡ്രോൺ. ഇതിന്റെ മാക്സിമം റേഞ്ച് 600 കിലോമീറ്റർ മുതൽ 800 കിലോമീറ്ററിലധികമാണ്. ഇതിപ്പോ ഉക്രൈൻ നിർമ്മിച്ചിട്ടുള്ളതിൽ വെച്ച് അവരുടെ ആഭ്യന്തര ഉൽപാദനങ്ങളിൽ കൂടുതൽ റേഞ്ച് ഉള്ള ഒരു ഡ്രോൺ സിസ്റ്റമായി ഇതിപ്പോ മാറിയിട്ടുണ്ട്. ഈ ഡ്രോണിന് താഴെ ചെറിയ വീൽസ് സെറ്റ് ചെയ്യും. സാധാരണ റൺവേയിൽ നിന്നും ഈ ഡ്രോൺ പോലെ ലോഞ്ച് ചെയ്യും. ഈ ലോഞ്ച് ആകുന്ന ഡ്രോൺ 1 മണിക്കൂർ വരെയും അതിന്റെ ഡ്രോൺ മോഡിൽ തന്നെ യാത്ര ചെയ്യും. അതിന് പുറകിലുള്ള സാധാരണ ടർബോ പ്രൊപ്പല്ലർ എഞ്ചിൻ ഉപയോഗിച്ച്. അതിനുശേഷം ഈ മിസൈലിലുള്ള എക്സോസ്റ്റ് തുറക്കും. പിന്നീട് പ്രീ പ്ലാൻഡ് ട്രജക്ടറിയിൽ പോകും. ഇത് ഒരു ഡ്രോൺ മോഡിലേക്ക് പോവുകയാണെങ്കിൽ ഓൺ ദ വേയിൽ ഇതിനെ കൊണ്ട് ലൈവായി അതിന്റെ ടാർഗറ്റ് മാറ്റാൻ സാധിക്കില്ല. ഇതാണ് ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. സാധാരണ മിസൈൽസ് പോലെ ഇതിന് ഓൺ ദി വേയിൽ ടാർഗറ്റ് മാറ്റാൻ കഴിയില്ല. ഇത് പ്രീ പ്ലാൻഡ് ട്രജക്ടറിയിൽ മാത്രമേ പോകൂ. ഫിക്സഡ് ആയിട്ടുള്ള ടാർഗറ്റിൽ ചെന്ന് ആക്രമിക്കും. അപ്പോ മിസൈൽ മോഡിലേക്ക് മാറിയതിനു ശേഷം ഒരു നേർ രേഖയിൽ ചെന്ന് ടാർഗറ്റിനെ ആക്രമിക്കും. ഇതാണ് ഈ മിസൈൽ ഡ്രോണിന്റെ കോൺസെപ്റ്റ്. സത്യത്തിൽ ഇത് ഉക്രൈന് ഒരു ഗെയിം ചേഞ്ചിങ് വെപ്പണായി തന്നെ മാറും. ഇതിന്റെ കോസ്റ്റ് വളരെ വളരെ കുറവാണ്. പക്ഷെ പകരം ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന എക്സ്പ്ലോസീവ്സ് അല്ലെങ്കിൽ അതിന്റെ ഡിസ്ട്രക്ഷൻ റേറ്റ് എന്നത് ഉക്രൈന് വലിയ വലിയ ഫലങ്ങളായിരിക്കും നൽകുക. റഷ്യ പോലും ഇന്നുവരെയും ചെറിയ ചെറിയ ഡ്രോൺസിന്റെ സ്റ്റാർട്ടപ്പ് ചെയ്തിട്ടുണ്ട്. എന്നാൽ ഉക്രൈൻ അവയെല്ലാം ഇപ്പൊ തന്നെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അടുത്ത റഷ്യയുടെ പക്കൽ നിന്ന് വന്നിരിക്കുന്ന 2 അറിയിപ്പ്, ഈ 2 അറിയിപ്പും ഉക്രൈനെ വെല്ലുവിളിക്കുന്ന രീതിയിലാണ്. റഷ്യയുടെ Z-55 ഇതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇത് സാധാരണ ഒരു ക്വാഡ്കോപ്റ്റർ പോലെ അല്ല വികസിപ്പിച്ചത്. റഷ്യയുടെ ലാൻഡ്സെറ്റ് ഇതിനകം തന്നെ ഒരു ടർബോ പ്രൊപ്പല്ലർ ഉപയോഗിച്ചാണ് പ്രവർത്തിക്കുന്നത്. അതിലെ ആ എഞ്ചിൻ മാത്രം കട്ട് ചെയ്ത് ഒരു ക്വാഡ്കാപ്റ്റർ മോഡിൽ ഇതേ X ഡിസൈനിൽ തന്നെ ക്വാഡ്കാപ്റ്റർ പോലെ വെർട്ടിക്കൽ ടേക്ക് ഓഫ് ചെയ്താൽ എങ്ങനെ ഉണ്ടാകും? അതേ ആശയമാണ് ഇവിടെയും ചെയ്തിരിക്കുന്നത്. ഈ ക്വാഡ്കോപ്റ്റർ സാങ്കേതികവിദ്യ ഉപയോഗിക്കുന്നതിനുള്ള പ്രധാനപ്പെട്ട കാരണം എന്താണെന്ന് അറിയണ്ടേ? സാധാരണയായി ജെറ്റ് എഞ്ചിനുകളിൽ ഉപയോഗിക്കുന്ന ഡ്രോണുകൾക്ക് ഹൈ മെനുവർ ചെയ്യാൻ കഴിയില്ല. ടെർബോ ഫാൻ എഞ്ചിനുകളിൽ ഉപയോഗിക്കുന്ന ഡ്രോണുകൾക്ക് പോലും ഇങ്ങനെ കൂടുതൽ മെനുവേഴ്സ് ചെയ്യാൻ കഴിയില്ല. എന്നാൽ ഈ ക്വാഡ്കോപ്റ്റർ മോഡിലുള്ള ഈ വെർട്ടിക്കൽ ടേക്ക് ഓഫ് ചെയ്യുന്ന ഡ്രോണുകൾക്ക് ഉയർന്ന രീതിയിൽ മെനുവേഴ്സ് ചെയ്യാൻ കഴിയും. നിങ്ങൾക്ക് മുൻപിൽ ഒരു ഉക്രൈനിയൻ ഡ്രോൺ ഉണ്ടെങ്കിൽ അതിനെ നിർവീര്യമാക്കാൻ നിങ്ങൾക്ക് ഈ ഡ്രോൺ ഉപയോഗിക്കാൻ കഴിയും. അതുമാത്രമല്ല, എയർ ടു എയർ മിസൈലിൽ ഉപയോഗിക്കുന്ന ഫ്രാഗ്മെന്റേഷൻ വാർഹെഡ്, അതുപോലെ ഇരട്ട വാർഹെഡ് സംവിധാനം ഇതിലുണ്ട്. അതായത് ആദ്യം ഡ്രോണിൽ നിന്നും ഒരു ചെറിയ മിസൈൽ വിക്ഷേപിക്കും, എന്നിട്ട് മുന്നിലുള്ള ഡ്രോണിനെ നിർവീര്യമാക്കാൻ കഴിയും. അല്ലെങ്കിൽ രണ്ടാമതായി ഈ ഡ്രോൺ തനിക്കുള്ളിലെ സ്ഫോടക വസ്തുക്കൾ ഉപയോഗിച്ച് സ്വയമേ പൊട്ടിത്തെറിക്കുകയും തനിക്ക് മുന്നിലുള്ള ലക്ഷ്യത്തെ നിർവീര്യമാക്കാനും കഴിയും. ഇങ്ങനെയാണ് Z-55 പ്രവർത്തിക്കുക. അടുത്തതായി നമുക്ക് മാർലിനെ കുറിച്ച് അറിയണമെങ്കിൽ ഇത് സത്യത്തിൽ ഒരു ഗെയിം ചേഞ്ചർ തന്നെയാണ്.
ഏരിയൽ ബാറ്റിലിൽ ഇതിന്റെ സക്സസ് റേഷ്യോ എത്രത്തോളമാണെന്ന് എന്നറിയില്ല. എന്നാൽ കപ്പൽ സേനയിൽ ഉപയോഗിക്കുന്ന മഗുറ ഇനം സീ ഡ്രോൺസ്, കൂടാതെ ദ ബേബി എന്ന ഉക്രൈൻ ഡ്രോൺസ്, ഇവയൊക്കെ റഷ്യൻ കപ്പൽ സേനയെ വിരട്ടി ഓടിച്ചിട്ടുണ്ട്. കരിങ്കടലിൽ കപ്പലിനെ ആക്രമിക്കാൻ റഷ്യയ്ക്ക് ഒരിക്കലും കഴിഞ്ഞിട്ടില്ല. കാരണം ഉക്രൈന്റെ ഈ ഡ്രോണുകൾ കാരണം മാത്രമാണ്. ഈ ഡ്രോണുകൾ വരുന്നതിന് മുൻപ് റഷ്യൻ നാവികസേനയുടെ ബറ്റാലിയൻ എങ്ങനെയായിരുന്നുവെന്ന് നമുക്ക് അറിയാം. ഈ ഡ്രോണുകൾ വന്നതിന് ശേഷം എങ്ങനെയാണെന്നുള്ളതും ഞാൻ പറഞ്ഞറിയേണ്ട ആവശ്യമില്ല. അത്രയ്ക്കാണ് റഷ്യയ്ക്ക് തിരിച്ചടി ലഭിച്ചത്. ഇതിനെ പ്രതിരോധിക്കാൻ കപ്പലുകളിൽ ആന്റി BEK കിറ്റുകൾ സ്ഥാപിച്ചു. ഇലക്ട്രോണിക് ജാമിങ്ങിലൂടെയോ മെഷീൻ ഗൺ ഉപയോഗിച്ചോ വെടിവെച്ച് അതിനെല്ലാം പ്രതിരോധിച്ചുകൊണ്ടിരുന്നു. എന്നാൽ ഭീഷണി വർദ്ധിച്ചതോടെ റഷ്യ മറ്റു വഴികൾ തേടാൻ തുടങ്ങി. ഇതിന്റെ കൃത്യമായ ഫലമാണ് മാർലിൻ എന്ന ഡ്രോൺ. റഷ്യ ഇത് ഉപയോഗിക്കാൻ തുടങ്ങിയതിന്റെ കാരണം അതിന്റെ വലിപ്പം വളരെ ചെറുതാണ് എന്നതാണ്. വെറും 2 കിലോഗ്രാം സ്ഫോടക വസ്തുക്കൾ ഘടിപ്പിച്ച ഒരു ചെറിയ നാവിക ഡ്രോൺ മാത്രമാണിത്. അല്ലെങ്കിൽ ഇതൊരു നാവിക വിരുദ്ധ ഡ്രോൺ സബ്ജക്റ്റിന് കീഴിൽ വരുന്നതാണ്. ഇതിപ്പോ റഷ്യ ഉപയോഗിച്ച രീതി എങ്ങനെയാണെന്ന് അറിയണ്ടേ? ഈ ഡ്രോണുകളുടെ എല്ലാം ഒരു കൂട്ടത്തെ കടലിനുള്ളിലേക്ക് വിടും. എന്നിട്ട് അകത്തേക്ക് വരുന്ന USV, ഈ വെഹിക്കിൾ ഏത് സ്ഥലത്ത് വരുന്നു എന്നുള്ളത് ഇവർക്കുള്ളിൽ തന്നെ ആശയവിനിമയം നടത്തും. അവയ്ക്കുള്ള കമാൻഡ് മാറ്റുകയും ചെയ്യും. അങ്ങനെ ഒരു പ്രത്യേക സ്ഥലത്ത് വരുമ്പോൾ കമാൻഡ് മാറ്റുകയും അത് അതിനടുത്തുള്ള സെൻസറിനെ സജീവമാക്കുന്നു. അങ്ങനെ ചെറിയ ചെറിയ ഡ്രോണുകൾ ഒന്നുകിൽ അതിനെ ആയുധമായി ഉപയോഗിക്കും, അല്ലെങ്കിൽ അത് പൊട്ടിത്തെറിക്കും. അങ്ങനെ US ആർമി സർഫർ വാഹനം അതിനെ നിർവീര്യമാക്കും. ഇവിടെ നിങ്ങൾക്കെല്ലാം ഒരു ചോദ്യം വരണം. ആ ഡ്രോണിന്റെ വാർഹെഡ് 200 കിലോഗ്രാമിൽ കൂടുതലാണ്. എന്നാൽ ഇത് വെറും 2 കിലോ വാർഹെഡ് മാത്രമാണ് ഉള്ളത്. അപ്പൊ എന്ത് ചെയ്യാൻ കഴിയുമെന്ന് ചോദിക്കാം. വാസ്തവത്തിൽ ഈ 2 കിലോഗ്രാം വാർഹെഡ് ഉപയോഗിച്ച് നമുക്ക് ഒരു വലിയ കപ്പലിനെ തകർക്കാൻ കഴിയില്ല. പക്ഷെ അകത്തേക്ക് വരുന്ന സീ ഡ്രോൺസിന് കേടുപാടുകൾ വരുത്താൻ തീർച്ചയായും സാധിക്കും. ഈ 2 കിലോഗ്രാം ഭാരമുള്ള സ്ഫോടക വസ്തു പൊട്ടിത്തെറിക്കുമ്പോൾ അത് ആ കപ്പലിന് ഭാഗികമായി കേടുപാടുകൾ വരുത്തും. കപ്പലിനുള്ളിലെ എല്ലാ ഇന്ധനവും അല്ലെങ്കിൽ TNTയും പൊട്ടിത്തെറിപ്പിക്കാൻ ഇതിന് കഴിയും. അപ്പോ ഈ ആശയം എങ്ങനെ പ്രവർത്തിക്കുന്നുവെന്ന് നിങ്ങൾക്കിപ്പോ മനസ്സിലായിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. ഒരു ചെറിയ കല്ലെടുത്ത് ഒരു വലിയ തേനീച്ചക്കൂടിൽ എറിയുന്നതിന് തുല്യം. ഇത് വിജയകരമായി പരീക്ഷിച്ചുവെന്ന് റഷ്യ തന്നെ അറിയിച്ചിട്ടുണ്ട്. സത്യത്തിൽ ഇത് യുദ്ധക്കളത്തിലേക്ക് വരുമ്പോൾ മാത്രമേ അത് എത്ര നന്നായി പ്രവർത്തിക്കുന്നുവെന്ന് നമുക്ക് വ്യക്തമായി കാണാൻ കഴിയും. ഈ ഒരു വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണ്? പ്രധാനമായും ഒരു വശത്ത് ഞങ്ങൾ മിസൈൽ ഡ്രോൺസ് വിക്ഷേപിച്ചു എന്ന് ഉക്രൈൻ പറയുന്നു, മറുവശത്ത് അതിന്റെ കൗണ്ടർ മെഷേഴ്സ് ഞങ്ങൾ നിർമ്മിച്ചു എന്ന് റഷ്യയും പറയുന്നു. ഈ ബാറ്റിൽ എങ്ങനെയായിരിക്കും? പ്രധാനമായും ഈ ആന്റി സീ ഡ്രോൺ കോൺസെപ്റ്റിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ പറയുക. ഇങ്ങനെയുള്ള വീഡിയോസിന് താല്പര്യമുള്ളവരാണ് നിങ്ങളെങ്കിൽ ഇപ്പോൾ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.